ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കുക്ക് ഹൗസ്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല കുട്ടനാടൻ സ്റ്റൈലിലുള്ള മീൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ അയലമീൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചട്ടിയിൽ എല്ലായിടത്തും ആകുന്ന വിധം ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 7-8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 8 ചെറിയ ഉള്ളി അരിഞ്ഞതും, ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടൊന്നുമില്ല, ഒക്കെ ഞാനിവിടെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇഞ്ചിയും വലിയ ഉള്ളി ഉപയോഗിക്കുന്നതിലാട്ടിലും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ്. അപ്പം ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കാതെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നത് പേസ്റ്റ് ആക്കി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കറിക്കൊരു തിക്നെസ് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക, അടിയിൽ പിടിക്കാതെ. അത് ഒന്ന് അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി വന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഈ ടൈമിൽ ഞാനിവിടെ ഒരു 2 വലിയ ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രേവിക്ക് അനുസരിച്ച് മുളകും മല്ലിയും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാൻ ഉണ്ടാക്കുന്ന ഗ്രേവിക്ക് അനുസരിച്ചാണ് മുളകും മല്ലിയൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ആ മസാലയുടെ ആ സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന്, ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെ ഏകദേശം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുതിർത്ത് വെച്ചതാണ്, നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉപ്പുണ്ടോക്കെ നോക്കിയിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ചതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് തിക്കായതിന് ശേഷം നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഉലുവാപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.